ഹലോ നമസ്കാരം. ഇന്നൊരു പ്രത്യേക എനിക്ക് സന്തോഷം കിട്ടേണ്ട ഒരു ദിവസമാണ് മെയ് 6 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുറേ മനുഷ്യർ പറയും ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിലൊക്കെ എന്തിരിക്കുന്നു എന്നൊക്കെ പറയൂലേ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്കും എൻ്റെ ബർത്ത്ഡേ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ബർത്ത്ഡേ ദിവസം എൻ്റെ ഒരു 19 വയസ്സൊക്കെ കഴിഞ്ഞ്, ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു തുടങ്ങിയത്. എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് അപ്പോൾ അപ്പോഴാണ് അവൾക്ക് പൈസ കിട്ടും. എൻ്റെ ചേച്ചിക്ക് പൈസ അവളെ കയ്യിൽ വരുന്നത്. അപ്പോൾ ആ സമയം മുതൽ എല്ലാ വർഷവും ബർത്ത്ഡേക്ക് എൻ്റെ ചേച്ചി എനിക്ക് ബർത്ത്ഡേ സമ്മാനങ്ങൾ തരികയും ബർത്ത്ഡേ ആഘോഷിക്കുകയും ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാൽ പായസം വെച്ചും അങ്ങനെയൊക്കെ ആഘോഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ പറയുമോ ഇനിയിപ്പം മുതുക്ക് കാലത്താണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അവൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടെന്നൊന്നും അല്ല പറയാൻ പറ്റുള്ള, ഞാൻ തന്നെയായി എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ അവൾ, പിന്നെ ചേച്ചി, പിന്നെ എൻ്റെ അനിയത്തി അവൾ ജോലിക്ക് പോയിട്ട് അവൾ കേക്ക് വാങ്ങിച്ചു കൊണ്ട് തന്നു. അങ്ങനെയൊക്കെ എൻ്റെ ബർത്ത്ഡേ ഇവർ 3 പേരുമാണ് പല രീതിയിൽ എൻ്റെ ബർത്ത്ഡേ എന്നെ ആഘോഷിക്കാൻ തുടങ്ങി കേട്ടോ. ഇവർ 3 പേരും കൂടെ തന്നെ പലതരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ തന്ന് ഇവർ ബർത്ത്ഡേ ആഘോഷിക്കുമായിരുന്നു. അങ്ങനെ കുറേ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പം കാക്കച്ചിയായിട്ട് വന്നു. കാക്കച്ചി വന്നതിന് ശേഷം പിന്നെ എല്ലാ വർഷവും നല്ല ആഘോഷം എന്ന് വെച്ചാൽ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എന്തായാലും കാക്കച്ചി മേടിച്ച് തരും, ചേച്ചിയും വാങ്ങിച്ചു തരും. ബർത്ത്ഡേക്ക് ഡ്രസ്സ് അങ്ങനെ എല്ലാം ഒക്കെ വാങ്ങിയൊക്കെ തരും, ആഘോഷിക്കും, കേക്ക് മുറിപ്പിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം വളരെ വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിസന്ധികളിൽ കൂടെയാണ് 2021 മുതൽ നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ പ്രതിസന്ധികൾ വരും, അതിനിടയ്ക്കൂടെ സന്തോഷിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യുമൊക്കെ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ 2021 കഴിഞ്ഞ് 2026 എൻ്റെ ബർത്ത്ഡേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ആവുമെന്ന്. ഭയങ്കരമായിട്ടുള്ളൂ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള, ഞാൻ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്ത് തന്നെ കാര്യങ്ങളുണ്ടായാലും എല്ലാം ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതും പറയണം എന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു മാന്യത ഞാനത് പറയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ദ്രോഹിക്കരുത്, പിന്നെ ആരെയും അപമാനിക്കരുത്, ആരെയും വേദനിപ്പിക്കരുതെന്നൊക്കെ. പക്ഷേ നമ്മളെ ഇങ്ങോട്ട് അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് നേരിടുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്ന് പറയാം ഇപ്പോഴല്ല. പക്ഷേ വളരെ വിഷമത്തിലാണ് പറയുന്നത് കേട്ടോ. നമ്മളൊക്കെ ഈ നിരപരാധികളായ മനുഷ്യർ, ദുഷ്ടരെയാണ് പന പോലെ വളർത്തുന്നതെന്ന് തോന്നും. നിരപരാധികളായ മനുഷ്യരുണ്ടല്ലോ, അവരിങ്ങനെ വേദനിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് നന്മ ഉണ്ടായിക്കൂടാ, നന്മയുള്ള മനുഷ്യരെ വേദനിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് എന്നും കഷ്ടപ്പാടായിരിക്കും. പ്രിവിലേജുകളിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്, അവർക്ക് ഭയങ്കര അവരിങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കും. ദൈവമാണോ എന്താണോ അതൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ അവരിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ വേദന, വിഷമം, സങ്കടം ഒന്നും അറിയത്തില്ല. അവർ ഏതെങ്കിലും ചെറിയൊരു ഞാഞ്ഞൂലിൽ പിടിച്ചിട്ടായിരിക്കും അവർ തൂങ്ങുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ദീജ പറയുന്നതെന്ന്. കുറച്ച് ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ബർത്ത്ഡേ ആഘോഷം വരെ ഞാൻ വേണ്ട എന്ന് വെച്ചു. ബർത്ത്ഡേ ആഘോഷം വലുതായിട്ടൊന്നും, കേക്കൊക്കെ മുറിച്ച് സന്തോഷമായിട്ട് ഒക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാസത്തിൽ എൻ്റെ അച്ഛൻ പോയിട്ട് 6 വർഷമാവും. 15-ാം തീയതി, മെയ് 15-ാം തീയതി. അപ്പോൾ ആ ഒരു ദിവസം എന്തായാലും നമുക്ക് പിന്നെ അച്ഛന് വേണ്ടിയിട്ട് നമ്മുടെ രീതിയിലൊരു നമ്മൾ 2 മക്കൾ, നമ്മളെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിക, നമ്മളെ ഭയങ്കരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് തരിക, അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളെ അച്ഛന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. അപ്പോൾ നമ്മൾ രണ്ട് മക്കൾ, വേറെ ആരുമില്ല, 2 മക്കളാണുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്യണം. പക്ഷേ ആ ഒരു സാഹചര്യം പോലും ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വീട്ടിൽ വന്നിട്ട് അച്ഛൻ ഒരു സന്തോഷവും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ എത്രയും പെട്ടെന്ന് MC റോഡ് സൈഡിൽ, ഇപ്പോൾ MC റോഡ് സൈഡ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ, ഈ വീഡിയോ കാണുന്നവരാണ്, MC റോഡ് സൈഡ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും MC റോഡ് സൈഡിലേ താമസിക്കുള്ളൂ. ഒരാൾ പറഞ്ഞല്ലോ, ആവശ്യമായിട്ട് ജീവിക്കുകയാണ്, കുറേയധികം പൈസ പെട്രോൾ അടിച്ച് കറങ്ങി കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞില്ലേ. തീർച്ചയായിട്ടും
മനുഷ്യന്മാരാകുമ്പോൾ സന്തോഷങ്ങളൊക്കെ വേണം. ഞങ്ങൾ ജോലി ചെയ്ത പണം കൊണ്ടാണ്, ആരുടെയും കയ്യിൽ നിന്ന് എടുത്തിട്ടല്ല ഞങ്ങൾ അങ്ങനെയൊക്കെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലും വല്ലപ്പോഴും കൂടി എവിടെയെങ്കിലും പോകുമ്പോഴേ ഞാൻ കുറേ നാൾ നോക്കുമ്പോൾ യാത്രയൊക്കെ പോയപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഏറ്റവും അടുത്തൊരാൾ തന്നെ പറഞ്ഞു, കറങ്ങി നടക്കാൻ പണം ഉണ്ടല്ലോ, ബുദ്ധിമുട്ടിന് കറങ്ങി നടക്കാൻ പണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. അപ്പോൾ അസൂയുള്ളവരെയും അവിടെ ഇരുന്ന് മാറി ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടെ. എനിക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു യാത്ര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലാവിഷായിട്ട് നടക്കുന്നു, MC റോഡ് സൈഡിൽ വീടെടുക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് മാറി ഇരുന്ന് ചൊറിയുന്ന എല്ലാ മനുഷ്യരോടും ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ ദുഷ്ടനെ പന പോലെ വളർത്തുന്ന പോലെ നിങ്ങളെയൊക്കെ ദൈവം വളർത്തിയിടും. നിങ്ങളൊക്കെ ഇപ്പോൾ സന്തോഷിക്കും. അതങ്ങനെ പോട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MC റോഡ് സൈഡിൽ തന്നെ ഞങ്ങൾക്ക് വേണം. കാരണം യാത്രക്കാരായ ആൾക്കാർ പോകുന്നവർ, അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ആദ്യം തന്നെ മുത്താനയിൽ നിന്ന് വന്നത്. യാത്രക്കാരായ ആൾക്കാർ പോകുന്നവർ നിർത്തി ഞങ്ങൾ അതിന് പ്രോഡക്റ്റുകൾ ഇഷ്ടം പോലെ വാങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നല്ല രീതിയിൽ കച്ചവടം നടക്കുമ്പോഴാണ് ഞങ്ങൾ പ്രതിസന്ധി എന്ന് പറയുന്നത്. കാരണം ഞങ്ങളുടെ ചിലവ് കൊണ്ടാണ്. സ്വന്തമായിട്ടൊരിടം ഉണ്ടാകുമ്പോൾ ആ ഒരു വാടകയുടെയൊക്കെ പ്രശ്നം മാറും. അപ്പോൾ നമുക്ക് അതിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളെ വിശ്വാസം. അതുവരെ നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. അല്ലാതെ കച്ചവടം നമുക്ക് ഭയങ്കരമായിട്ട് കച്ചവടമില്ലായ്മയല്ല. കച്ചവടം ഉണ്ടായിരുന്നു, ഷോപ്പൊക്കെ ഉണ്ട് ആയിരുന്നപ്പോൾ. ഇപ്പോൾ ഷോപ്പില്ല. ഒന്നാമത്തെ പ്രശ്നം ഷോപ്പില്ല. ഷോപ്പിൽ വരുന്ന ആൾക്കാരെല്ലാം തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും വരുന്നില്ല, വിളിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ SN തിയേറ്ററിനടുത്ത് അവരുടെ വീട്ടിൽ താമസിച്ചപ്പോൾ നമുക്ക് ആൾക്കാർ വിളിക്കും, വരും, റോഡാണ്, വരും, കയറും. പിന്നെ മറ്റ് ഇവിടേക്ക് നമ്മളിപ്പോൾ താമസിക്കുന്നിടത്തേക്ക് ഒരു കസ്റ്റമറും വരില്ല, കസ്റ്റമർ വരെയും വേണ്ട, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ. ഇപ്പോൾ ഇത് കാണുന്നവർ ദയവായിട്ട് പിന്നെ നിങ്ങളുടെ വീട്, ആരുടെയെങ്കിലും വീടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തേക്ക് മതി കേട്ടോ, ഞങ്ങൾക്ക് തരണം. നിങ്ങൾ പറയുന്ന വാടക തരും. നിങ്ങൾക്ക് ഭയങ്കര വാടകയൊന്നും നമുക്ക് തരാനില്ല. എന്നാലും നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന വാടക പറഞ്ഞാൽ മതി. നിങ്ങൾ അതൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. MC റോഡിൽ നിന്ന് ഒത്തിരി അകത്തോട്ടായാലും, MC റോഡ് സൈഡിൽ തന്നെ കിടക്കുന്ന ഒത്തിരി അകത്തോട്ടായാലും കുഴപ്പമില്ല. പക്ഷേ ഫ്ലാറ്റ് വേണ്ട. പിന്നെ എൻ്റെ വീൽ ചെയർ കയറുന്നൊരു ബാത്റൂം ഉണ്ടായിരുന്നാൽ മതി. പിന്നെ പാചകം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, പാചകം ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല എന്ന് ഉറപ്പ് തരുന്നു. അപ്പോൾ നിലമേൽ കഴിഞ്ഞിട്ട് കുരിയോടോ ചടയമംഗലം എത്തുന്നതിന് മുന്നേ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കിളിമാനൂരിനകത്തായിരിക്കണം. മുരുക്കുമണ്ണോ പിന്നെന്താണ് കുരിയോടോ ഒക്കെ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ നെട്ടേത്തറ വരെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ചടയമംഗലം നിവാസികളോടാണ്. നെട്ടേത്തറയാണ് നമ്മൾ രണ്ടാമത് താമസിക്കുന്നത്. അവിടെ നിന്ന് 6 മാസം കഴിഞ്ഞാണ് നമ്മൾ വാഴോട് വരുന്നത്. വാഴോട് നമ്മൾ 2 വർഷം താമസിച്ചോടെയാണ് നമ്മുടെ കടയുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ഹൗസ് ഓണേഴ്സും നമ്മളുടെ അടുത്ത് ഭയങ്കര നല്ലതായിരുന്നു. ഒരു ഹൗസ് ഓണർ മാത്രം അതിൽ അവർക്ക് ബുദ്ധിമുട്ട്, അവരുടെ വലിയ വീടായിരുന്നു. അപ്പോൾ അവർക്കതിൽ മൊത്തത്തിൽ വൃത്തിയാക്കണം, എപ്പോഴും വൃത്തിയാക്കണം. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വെച്ചുണ്ടാക്കിയിടുന്നത് അവർക്ക് നല്ലതുപോലെ താമസിക്കാനും അവർക്ക് അങ്ങനെയുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി എപ്പോഴും ഇതാക്കാനൊന്നും പറ്റത്തില്ല. പല സാഹചര്യം കൊണ്ടും കഴിവതും നമ്മൾ ചെയ്യും. അപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞങ്ങളെ വലിയ വീടാണ്, ഞങ്ങളെ വലിയ വീട്ടിൽ നിങ്ങൾ ഇതുപോലെ പിന്നെ നിന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ആ ഒരു ഹൗസ് ഓണർ മാത്രമാണ് കേട്ടോ. ബാക്കി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഉറപ്പ് പറയാണ്, എവിടെ ആയാലും ശരി നമ്മൾ നന്നായിട്ട് ആ വീടിനെ കരുതും, സൂക്ഷിക്കും. നമുക്കൊരു 6 മാസത്തേക്ക് മതി മാറണം. എത്രയും പെട്ടെന്ന് മാറിക്കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാൻ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ പച്ചരി അടക്കണം. നമുക്ക് ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ചെയ്യാൻ പറ്റാത്ത, ഇതിനു വേണ്ടി സംസാരിക്കാൻ പറ്റാത്ത, ഇത് നൈമിത്രയ്ക്ക് വേണ്ടി ഒന്നും ശ്വാസം എടുക്കാൻ പറ്റാത്ത ഇടത്ത് നമ്മൾ നിന്നിട്ട് കാര്യമില്ല, അല്ലേ? അപ്പോൾ അതാണ്. അതുകൊണ്ട് ബർത്ത്ഡേ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. ബർത്ത്ഡേ ആഘോഷമൊക്കെ അങ്ങനെ തന്നെ പോയി. നിങ്ങൾ പറ്റുന്നവർ എത്രയും പെട്ടെന്നൊന്ന് സഹായിക്കണം കേട്ടോ. ഇപ്പം ഞാൻ കുളിച്ചിട്ട് വന്ന് ഇരുന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. മറ്റവരാരും എൻ്റെ അടുക്കലില്ല. അപ്പോൾ എനിക്ക് ബർത്ത്ഡേ സമ്മാനം ഇപ്രാവശ്യം എൻ്റെ ചേച്ചി തന്നു, കാക്കച്ചി തന്നു. അപ്പോൾ ഞാൻ അവരുടെ കാക്കച്ചി തുറന്നിട്ട് അവർ എന്തായാലും എനിക്ക് ഡ്രസ്സ് എടുത്തോണ്ട് വരും. അപ്പം ഞാൻ പറഞ്ഞെടുക്കരുത്, ഇനി എന്ത് പ്രതിസന്ധി വന്നാലും എനിക്ക് പ്രാവശ്യം ആഘോഷമില്ല, എടുക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് എന്നൊക്കെ എനിക്ക് ഐസ്ക്രീം വാങ്ങി തന്നു. ചേച്ചി എനിക്ക് അവൾ ഡ്രസ്സും എടുത്ത് തന്നു, പാദസരവും വാങ്ങി തന്നു കേട്ടോ. പാദസര കൊലുസ് അത് വാങ്ങി തന്നു കേട്ടോ. അപ്പോൾ എനിക്കത് സന്തോഷമായി. എനിക്കത് തന്നെ വലിയ സന്തോഷം. പിന്നെ ഒരുപാട് പേര് ആശംസകൾ നേർന്നു, ഒരുപാട് പേര്, എല്ലാവരുടെ സ്നേഹം, താങ്ക്സ്. ഏറ്റവും പ്രിയപ്പെട്ട ചില മനുഷ്യർ മൈൻഡ് ചെയ്യാതെയും ഇരുന്നു. കുഴപ്പമില്ല. അവരോട് പറയാനുള്ളത്, വ്യക്തി വൈരാഗ്യവും ദേഷ്യവും ഒന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്നതാണ്. നിങ്ങളുടെ അടുത്തൊന്നും ഒരു തരത്തിലുള്ള പിണക്കോ ദേഷ്യമോ ഇല്ല. പിന്നെ മിണ്ടേണ്ട ആവശ്യമില്ലാതെ മാറി നിൽക്കുന്ന ഇടങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യരുടെ അടുത്തും എനിക്ക് ദേഷ്യമോ വെറുപ്പോ ഇല്ല. എല്ലാവരും ഒരിക്കലും ഇനി മിണ്ടരുത്, കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോട് അങ്ങനെ, ഏറ്റവും കാണണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യരോട് അങ്ങനെ,
സ്നേഹമുള്ള മനുഷ്യരോട് അങ്ങനെ പോകുന്നു. അല്ലാതെ നമുക്ക് ആരുടെടുത്തും നിലനിൽക്കുന്ന ദേഷ്യമൊന്നുമില്ല. അങ്ങനെ പാടില്ല. നമ്മളതിനൊന്നും യോഗ്യരല്ല മനുഷ്യർ. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ ചെയ്തു തരേണ്ട ബർത്ത്ഡേ സമ്മാനം, എനിക്ക് ഇവിടെ ഒരു വീട് വേണം. ഈ ഒരു ഏരിയയിൽ, ഈ കിളിമാനൂർ, നിലമേൽ, കടകോട്, ചടയമംഗലത്തിന് ഇപ്പുറം കുരിയോട്, മുരിക്കുമൺ, അങ്ങനെ എവിടെ ആയാലും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാര്യമായിട്ട് അങ്ങോട്ടൊക്കെ പൊപ്പിളിമാത്ത് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ നിലമേലുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ചെയ്തു തരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് സ്നേഹം, ആശംസകൾ പറഞ്ഞ എല്ലാവരോടും സ്നേഹം. ലവ് യു ഓൾ. ടാറ്റാ.